ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഡയറ്റ് ശ്രദ്ധിക്കണോ എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറ്റ് ആവശ്യമാണോ, അതൊക്കെ ജിമ്മിൽ പോകുന്നവർക്കല്ലേ ആവശ്യം എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം. പക്ഷേ ഫ്രണ്ട്സ്, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ ആവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡയറ്റ് വീഡിയോ ഇടാമെന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഞാനിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റിനെ കുറിച്ചല്ല, ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട്. അപ്പം ഫ്രണ്ട്സ്, മിക്കവാറും ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ജങ്ക് ഫുഡുകളുടെയൊക്കെ പുറകിലോടുന്ന ഒരു കാലഘട്ടമാണിത്. അത് വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ജങ്ക് ഫുഡുകളുടെ പുറകിൽ ഓടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ മാക്സിമം പഞ്ചസാര ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ദിനചര്യയിൽ നിന്ന് തന്നെ. രണ്ടാമത്തെ വെച്ചാൽ നമുക്ക് ഈ ഹോട്ടലുകളിൽ നിന്നും അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒരുപാട് ടൈപ്പ്, ഒരുപാട് കളറുകളിലൊക്കെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതിൻ്റെ ഒന്നിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള ഡ്രിങ്ക്സുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് ഗുണത്തേക്കാളേറെ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം അതിനകത്തൊക്കെ വലിയ തോതിൽ പഞ്ചസാരയും മറ്റുള്ള എസൻസുകളൊക്കെ ചേർത്താണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു നല്ല ഒരു ഷേപ്പ് കിട്ടാനും ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവർ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല. അതിലുപരിയായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് വലിയ ദോഷങ്ങൾക്കൊക്കെ കാരണമാകും. പിന്നെ പിസ്സ, ബർഗർ ഇതൊക്കെയാണ് വർക്കൗട്ടിന് ശേഷമൊക്കെ പോയി ഓരോരുത്തർ കഴിക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾ പാടെ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കുക, ഇങ്ങനെയുള്ള ബേക്കറി ഫുഡ്സുകൾ ഒഴിവാക്കുക, മൈദയൊക്കെ പരമാവധി ഒഴിവാക്കുക. ഫ്രണ്ട്സ്, നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക മാക്സിമം. നമുക്ക് വളരെ വില കുറച്ച് കിട്ടുന്ന നമ്മുടെ ഏത്തപ്പഴം നല്ല അടിപൊളി റിച്ചായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. നിങ്ങൾക്ക് 2, 3, 4 ഒക്കെ നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കാം. അതിനൊക്കെ തന്നെ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കാം. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനൊക്കെ തന്നെ റൈസ് കഴിക്കുന്നതിനകത്ത് വലിയൊരു തെറ്റ് ഞാൻ പറയുന്നില്ല, നിശ്ചിതമായ അളവിൽ നമുക്ക് റൈസ് കഴിക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ അടങ്ങിയ ഒരുപാട് ഫുഡുകൾ നമുക്ക് നാച്ചുറലായിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡയറ്റിനകത്ത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ ഒരുപാട് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നില്ല, നിങ്ങൾ പറ്റുന്ന കണക്കൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നാച്ചുറലായിട്ട് നമുക്ക് സോയാബീനുണ്ട്, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് സോയാബീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പയർ, കടല, അതിനൊക്കെ തന്നെ എഗ്ഗ്, മീറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിക്കൻ, ഇതൊക്കെ നല്ല നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു ഗോളിന് വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകളാണ് നിങ്ങളുടെ ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഏത്തപ്പഴം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് 2 മുട്ട നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, അതിനകത്തും പ്രശ്നമില്ല. നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത്തപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് കഴിക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, പ്രീ വർക്കൗട്ട് മീലായിട്ട് നിങ്ങൾ ഫുഡ് ഉപയോഗിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രീ വർക്കൗട്ട് മീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു എനർജി, വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി നമ്മൾ ബോഡിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിൽ. നമുക്ക് വർക്കൗട്ടിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമുക്ക് ഏത്തപ്പഴം കഴിക്കാം. 2 ഏത്തപ്പഴം കഴിച്ചുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതൊരു 30 മിനിറ്റിന് മുമ്പ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 30 മിനിറ്റിന് മുമ്പ് ഒരു 2 ഏത്തപ്പഴം കഴിച്ച് നിങ്ങൾ വർക്കൗട്ടിന് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്കൊരു കപ്പ് കാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ കട്ടൻ കാപ്പി എന്നൊക്കെ പറയുന്ന കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന കാപ്പി നിങ്ങൾക്ക് 1 ഗ്ലാസ് കുടിക്കാം, വിത്തൗട്ട് ഷുഗർ. പഞ്ചസാര ഉപയോഗിക്കാൻ നിങ്ങൾ കുടിച്ചോട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നല്ല എനർജി, നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സാധനമാണത്. നിങ്ങളൊരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്സുകൾ നിങ്ങളല്ലാതെ കഴിക്കണമെന്നില്ല. പക്ഷേ ഒറ്റ കപ്പേ നിങ്ങൾ കുടിക്കാവുള്ളൂ. അതേ കണക്കാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം രാത്രിയിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 7 മണിക്ക് ശേഷമൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ തന്നെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ട് 5 മണിക്ക് ശേഷമൊന്നും കാപ്പി ഉപയോഗിക്കാതിരിക്കുക. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ അത് ശരീരത്തിന് ദോഷം ഉണ്ടാക്കും, നമ്മളെ ഉറക്കത്തേക്ക് ബാധിക്കും. നിങ്ങൾ രാവിലെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 മണി വൈകുന്നേരം ഒരു 4 മണി സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പായിട്ട് ഈ കാപ്പിയൊക്കെ കുടിക്കാവുന്നതാണ്. അതിനൊക്കെ തന്നെ ഒരുപാട് ഫുഡുകൾ, അതിനൊക്കെ തന്നെ നമ്മുടെ പൊട്ടറ്റോ
ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഒരു വർക്കൗട്ടിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ബോയിൽ ചെയ്ത് ഒന്ന് വേവിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനകത്തൊരു ചെറുതായിട്ടൊരു ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കഴിച്ച് നോക്കും. നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളുടെ എനർജിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് മുട്ട കഴിക്കാം, ചിക്കൻ കഴിക്കാം, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പയർ, കടല, അതിനൊക്കെ തന്നെ കപ്പലണ്ടി, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, നിങ്ങൾ നാച്ചുറൽ വേ കൂടാണ് ബോഡി സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ജങ്ക് ഫുഡുകളുടെ പുറകെ പോകരുത്. ഇപ്പോൾ ചിലവർ പറഞ്ഞേക്കാം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ചു. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള ജങ്ക് ഫുഡുകൾ ഇങ്ങനെ വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നത്? നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതേ കണക്കുള്ള ഡയറ്റാണ് ആവശ്യം. ഓക്കെ, അല്ലാതെ നമ്മൾ കുറേ ഓടി കുറേ നടന്നു അതിനുശേഷം നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ഗുണങ്ങളും അതുകൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ ജങ്ക് ഫുഡിൽ നിന്നൊക്കെ അകന്ന് നിന്നിട്ട് നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോവുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനും തന്നെ ആരും കാണത്തില്ല. നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കണം, അല്ല ഏത് രീതി കഴിക്കണം, ഏതാണ് പ്രീ വർക്കൗട്ട് മീൽ, ഏതാണ് പോസ്റ്റ് വർക്കൗട്ട് മീൽ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ കാണില്ല. ഓക്കെ, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അവരുടെ ട്രെയിനേഴ്സ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിൽ അത് വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോഴും വളരെ നാച്ചുറലായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് ഏത്തപ്പഴം നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമൊക്കെ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അതേ കണക്ക് തന്നെ നമ്മുടെ പനീർ, ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ് പനീർ എന്ന് പറയുന്നത്. പനീർ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ചിക്കൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് കഴിക്കാൻ ശ്രമിക്കാം. എഗ്ഗിൻ്റെ വൈറ്റും നിങ്ങൾക്ക് ഏകദേശം 1-2 മുട്ട ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാം. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് എഗ് വൈറ്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളുടെ ശരീരത്തിന് അതേ കണക്കുള്ള പ്രോട്ടീൻ കിട്ടാൻ സഹായമാകും. അതിനൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് സോയാബീൻ, കടല, പയർ, ഇങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിനകത്ത് ഓരോ ദിവസവും ഡയറ്റിൽ മാറി മാറി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡയറ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല ഇപ്പോൾ പറഞ്ഞു തന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഗോൾ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, വെയിറ്റ് ലോസ് ആണോ അതോ മസിൽ ബിൽഡിംഗ് ആണോ? അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഡയറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ